നാട്ടുകാരോടൊക്കെ ചിലവ് ചുരുക്കണം, വീട്ടിലിരുന്ന് ജോലി ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ മനുഷ്യൻ ലോകം ചുറ്റാൻ നടക്കുന്നു. ഇങ്ങനെ പറഞ്ഞവർ നിരവധിയാണ് അല്ലെ. നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തെക്കുറിച്ച് കേട്ടപ്പോൾ പക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞില്ല, അവരുടെയൊക്കെ വായടപ്പിക്കുകയാണ് രാജ്യത്തിന്റെ ഒരു തീരുമാനം. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ വമ്പൻ തന്ത്രപരമായ നീക്കവുമായി ഇന്ത്യ. നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ അബുദാബിയിൽ നടത്തിയ നിർണായക ചർച്ചകൾക്കൊടുവിലാണ് ചരിത്രപരമായ ഒരു നേട്ടം കിട്ടിയിരിക്കുന്നത്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിലേക്ക്, അതായത് തന്ത്രപരമായ എണ്ണ ശേഖരത്തിലേക്ക് അബുദാബി നാഷണൽ ഓയിൽ കമ്പനി നൽകുന്നത് 30 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ലഭ്യമാക്കാനുള്ള വമ്പൻ കരാർ. അതായത് 3 കോടി ബാരൽ അസംസ്കൃത എണ്ണ ലഭ്യമാക്കാനുള്ള വലിയൊരു കരാറിലാണ് രണ്ട് രാജ്യങ്ങളും ഒപ്പുവെച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമ്പോൾ അല്ലെങ്കിൽ വിതരണം തടസ്സപ്പെടുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. ഇന്ത്യക്ക് താങ്ങാവാനാണ് ഈ വമ്പൻ എണ്ണ ശേഖരം ഒരുക്കുന്നത്. മറ്റേത് രാജ്യമാണ് ഇങ്ങനെ ഒരു കരുതൽ നടത്തിയത് എന്ന് പറയാമോ? അതാണ് നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ നേതൃത്വം കൊണ്ട് ഭാരതത്തിനുണ്ടായ നേട്ടം. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ UAE എന്നും സവിശേഷവും സുപ്രധാനവുമായ പങ്കാളിയാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അസംസ്കൃത എണ്ണയ്ക്ക് പുറമെ LNG, LPG വിതരണം എന്നിവ കൂടി ഉൾപ്പെടുത്തി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ പങ്കാളിത്തം പുതിയ മേഖലകളിലേക്ക്, തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ രണ്ട് നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അഡനോക്കും തമ്മിൽ ദീർഘകാല LPG വിതരണ കരാറിലും ഒപ്പുവെച്ചു. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് പാചകവാതക ലഭ്യത ഉറപ്പുവരുത്താൻ ഈ നീക്കം സഹായിക്കും. ഇന്ത്യയുടെ എണ്ണശേഖരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിശാഖപട്ടണത്തെ സംഭരണശാലയ്ക്ക് പുറമെ ഒഡീഷയിലെ ചണ്ഡീഗഡിലുള്ള പ്ലാന്റുകളും നവീകരിക്കും എന്നറിയുന്നു. കൂടാതെ UAEയിലെ ഫുജൈറയിലുള്ള തന്ത്രപ്രധാനമായ സംഭരണശാലകളിൽ എണ്ണ സൂക്ഷിക്കാനുള്ള അനുമതിയും ഇന്ത്യക്ക് ലഭിക്കും. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ നിലവിലെ സാഹചര്യങ്ങളും മോദിയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിൽ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടു. മേഖലയിലെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതവും വ്യാപാരവും യാതൊരു തടസ്സവുമില്ലാതെ സുരക്ഷിതമായി മുന്നോട്ട് പോകേണ്ടത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് രണ്ട് നേതാക്കളും പറഞ്ഞു. ഇന്ത്യയിലേക്കുള്ള എണ്ണക്കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ രണ്ട് രാജ്യങ്ങളും സംയുക്തമായി സഹകരിക്കും. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിലൂടെ ഊർജ്ജ മേഖലയിൽ മാത്രമല്ല, പ്രതിരോധം, കപ്പൽ നിർമ്മാണം തുടങ്ങിയ മറ്റു മേഖലകളിലും വലിയൊരു കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. UAEയിൽ നിന്നും ഇന്ത്യയിലേക്ക് $5 ബില്യൺ അതായത് ഏകദേശം 41,000 കോടിയിലധികം രൂപ വൻ നിക്ഷേപ വാഗ്ദാനവും ഈ ചർച്ചകളുടെ ഭാഗമായി ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ കൊച്ചിൻ ഷിപ്പ്യാർഡും ദുബായിലെ ഡ്രൈ ഡോക്സ് വേൾഡും സംയുക്തമായി ഗുജറാത്തിലെ വാദിനാറിൽ അത്യാധുനിക കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം സ്ഥാപിക്കാനുള്ള ധാരണാപത്രത്തിലും ഒപ്പുവെച്ചിട്ടുണ്ട്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയും ഇന്ധനവിലയും ബാധിക്കാത്ത രീതിയിൽ പ്രതിരോധം തീർക്കാൻ UAEയുമായുള്ള ഈ പുതിയ സഖ്യം ഇന്ത്യക്ക് കരുത്താകും. ഇത് ആദ്യമായിട്ടല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിദേശ രാജ്യങ്ങളായ കരുത്തന്മാരായ വിദേശ രാജ്യങ്ങളുമായി ഇത്തരത്തിൽ നിർണായകമായ കരാറുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ഈ ഒരു കരാർ നരേന്ദ്രമോദി എന്താണ് കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്, ഇവിടെ ഗ്യാസ് ഇല്ല, അല്ലെങ്കിൽ ഇവിടെ പെട്രോൾ ഇല്ല, പെട്രോളിന് വില കൂട്ടുന്നു, ഇങ്ങനെയൊക്കെ കരഞ്ഞു വിളിക്കുന്നവരുടെ മുന്നിൽ, ഈ അന്താരാഷ്ട്ര പ്രതിസന്ധിക്ക് മുന്നിൽ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ ഇത്രയും നയപരമായ ഒരു തീരുമാനം എടുത്ത ഒരു നേതാവുണ്ടോ എന്ന ചോദ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.